ഇന്ന് നമ്മൾ നോക്കുന്നത് ക്രിസ്മസ് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബയോളജിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പഠിക്കാത്തവരാണെങ്കിലും പഠിച്ച് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. കാരണം നമ്മൾ കുറേ കണക്റ്റഡ് ഫാക്റ്റും എല്ലാം പറഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത് സമഗ്രയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളായാലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമഗ്രയുടെ സൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാം. നല്ല ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നത്. ഒട്ടും അറിയാത്തവർക്ക് പോലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. മാർക്ക് ഒട്ടും പഠിക്കാത്തവർക്ക് പോലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നോർമൽ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ വുമൺ? സ്ത്രീകളിലെ ഹീമോഗ്ലോബിൻ്റെ നോർമൽ ലെവൽ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എല്ലാത്തിൻ്റെയും ആൻസർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ. 12 മുതൽ 16 ഗ്രാം പെർ ഡെസി ലിറ്ററാണ് ഹീമോഗ്ലോബിൻ, സ്ത്രീകളിൽ അടങ്ങിയിരിക്കേണ്ട നോർമൽ ഹീമോഗ്ലോബിൻ്റെ അളവ്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് സ്ത്രീകളിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ്? 12 മുതൽ 16 ഗ്രാമാണ് നോർമൽ അളവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ. താഴെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ എ, enzymes are molecules which help to speed up the chemical reaction that take place in ഓർഗാനിസത്തിൽ ജീവജാലങ്ങളിലെ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടുന്ന ഒരു ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? എൻസൈംസിനുള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതവിടെ കറക്റ്റാണ്. എൻസൈംസ് എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഇതേപടി വന്നില്ലെങ്കിലും ഈ ഒരു വർക്ക് ചെയ്യുന്നതിനകത്തുനിന്ന് തന്നെ നമുക്ക് സ്കോർ എടുക്കാൻ പറ്റും. ഇതേ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ എന്താണ് ഈ പഠിക്കുന്നതിനകത്തുനിന്ന് തന്നെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ബി, ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സ്. ഹോർമോൺസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തുള്ള ബയോളജിക്കൽ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും അവിടെ കറക്റ്റാണ്. ഹോർമോൺസും എൻസൈംസും ഒക്കെ നമ്മൾ ഫങ്ഷൻസ് പഠിച്ചതാണ്. അടുത്ത, സലൈവറി അമിലേസ് ആൻഡ് പെപ്സിൻ ആർ എക്സാമ്പിൾസ് ഫോർ ഹോർമോൺസ്. അവിടെ ശ്രദ്ധിച്ചു വായിച്ചു നോക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ സലൈവറി അമിലേസും പെപ്സിനും ഹോർമോൺസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, ഹോർമോൺസ് അല്ല. ഇവർ രണ്ടും, സലൈവറി അമിലേസും പെപ്സിനും എൻസൈംസ് ആണ്. അടുത്തത്, ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. അത് നമുക്കറിയാലോ. നമ്മൾ കുറേ ഹോർമോൺസൊക്കെ ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചതുമാണ്. അപ്പം ഇവിടെ പറയുന്നത് എയും ബിയും ഡിയും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സി ആണ് ഇവിടെ തെറ്റ്. അപ്പോൾ ഓപ്ഷൻ 4 ഇവിടുത്തെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഫിഗർ വന്നിട്ടുണ്ട്. ഈ ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഫിഗർ ഇവിടെ തന്നേക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫിഗറാണ് പഠിക്കാനുള്ളതിൽ. ഇതെന്തിൻ്റെയാണ്? സ്മാൾ ഇൻഡസ്ട്രിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള ഒരു വില്ലസ് ആണിത്. എന്താണിത്? വില്ലസ് അല്ലേ? ആ വില്ലസിൻ്റെ ആ ഒരു ഗ്രീൻ പോർഷൻ അതെന്താണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അതിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? ലാക്റ്റിയൽ. ലാക്റ്റിയൽ എന്നാണ് ആ ഒരു പോർഷൻ്റെ പേര്. അപ്പോൾ അതും അവിടെ വൃത്തിയായിട്ട് ആ ഒരു ഫിഗർ പഠിച്ചിട്ട് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ചൂസ് ദി കറക്റ്റ് പെയർ. ഇവിടെ കുറച്ച് ജീവികളും അതിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന പാർട്ടുമാണ് തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റായിട്ടുള്ള പെയർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നിങ്ങളുടെ പുസ്തകത്തിൽ ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ് എന്ന 4ാമത്തെ ചാപ്റ്ററിൽ തന്നിട്ടുണ്ട് ജീവികളും അവയുടെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന പാർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റാണ്. ഏതെങ്കിലും ഒരെണ്ണം എന്താണെങ്കിലും വരും. ചിലപ്പം ഇതുകൂട്ട് ശരിയല്ല, ഒരു 3 ശരി എന്നിട്ട് അതിൽ 4ാമത്തെ തെറ്റായിരിക്കാം, അത് കണ്ടുപിടിക്കാനായിരിക്കാം. അല്ലെങ്കിൽ 3 തെറ്റ് എന്നിട്ട് അതിൽ ശരി ഏതാണെന്ന് കണ്ടുപിടിക്കാനും ചോദിക്കാം. അപ്പോൾ അത് ഇത്രയും വൃത്തിയായിട്ട് പഠിച്ചാലേ അവിടെ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ഭാഗം നമുക്കത് പഠിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. നോക്കാം നമുക്ക്. ബാക്ടീരിയയുടെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലാജെല്ലം. ബാക്ടീരിയ, ഫ്ലാജെല്ലം. അടുത്ത അമീബ, സ്യൂഡോപോഡിയ. പാരമ്യൂസിയം, സീലിയ. ഹൈഡ്ര, ടെൻറ്റിക്കിൾ. അപ്പോൾ 4 പഠിച്ചു. ബാക്ടീരിയ, ഫ്ലാജെല്ലം, അമീബ, സ്യൂഡോപോഡിയ, പാരമ്യൂസിയം, സീലിയ. ഹൈഡ്ര എന്താണ്? ടെൻറ്റിക്കിൾസ്. ബാക്ടീരിയ, ഫ്ലാജെല്ലം, അമീബ, സ്യൂഡോപോഡിയ, പാരമ്യൂസിയം, സീലിയ, ഹൈഡ്ര, ടെൻറ്റിക്കിൾസ്. ഫിഷിൻ്റെ ആകുമ്പം ഫിൻ ആൻഡ് ടെയിൽ. എന്തൊക്കെയാണ്? ഫിൻ ആൻഡ് ടെയിൽ. ഫ്രോഗ് ആകുമ്പം ലിംസ്. ബേർഡ് ആകുമ്പം വിങ്. എന്താണ്? ബേർഡ് ആകുമ്പം വിങ്. വെയിലിൻ്റെ ആകുമ്പം ഫിൻ ആൻഡ് ടെയിൽ. മീനിൻ്റെ കൂട്ട് തന്നെ അവിടെ അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പഠിക്കാം.
മീൻ തന്നെ അല്ലേ. അപ്പോൾ ഫിഷ് ഫിൻ ആൻഡ് ടെയില്, ഫ്രോഗ് ലിംസ്, ബേർഡ് വിങ്, വെയിൽ ഫിൻ ആൻഡ് ടെയില്. അപ്പോൾ നമുക്ക് ഇത്രയും നോക്കിയാൽ 8 എണ്ണം നോക്കി. ആ 8 എണ്ണം ഒന്നുകൂടെ പറയാം, ഇപ്പം തന്നെ പഠിച്ചു പോകാം. ബാക്ടീരിയ ഫ്ലജെല്ലം, അമീബ സ്യൂഡോപോഡിയ, പാരമ്യൂസിയം സീലിയ, ഹൈഡ്ര ടെൻഡക്കിൾ, ഫിഷ് ഫിൻ ആൻഡ് ടെയില്, ഫ്രോഗ് ലിംസ്, ബേർഡ് വിങ്, വെയിൽ ഫിൻ ആൻഡ് ടെയില്. അടുത്ത എർത്ത് വോം. എർത്ത് വോമിൻ്റെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റേ. എന്താണ്? സെറ്റേ. കോക്രോച്ച് ആകുമ്പം വിങ് ആൻഡ് ലിംബ്. ലിസാഡ് ആകുമ്പം ലിംസ്. ലിംസിൻ്റെ രണ്ട് ജീവികൾ നമ്മൾ പഠിച്ചു. ലിസാഡും ഫ്രോഗും ലിംസാണ്. ബേർഡ് പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യം വിങ് ആണെന്ന്. ഫിഷും വെയിലും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം, ഫിൻ ആൻഡ് ടെയില്. എർത്ത് വോം കിട്ടാൻ കുറച്ച് പാടാം. അപ്പോൾ ഇവിടുന്ന് പഠിക്കുക സെറ്റേ. എന്താണ്? സെറ്റേ. കോക്രോച്ച് വിങ് ആൻഡ് ലിംബ്, ലിസാഡ് ലിംസ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കറക്റ്റ് പേർ ഏതാണെന്ന് നമുക്ക് നോക്കാം. യൂഗ്ലിനയുടെ സീലിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് തെറ്റാണ് നമുക്കറിയാം. അടുത്ത അമീബ സ്യൂഡോപോഡിയ. ഞാനിവിടെ മാർക്കും ചെയ്തിട്ടുണ്ട്. ആൻസർ ഇവിടെ എന്താണ്? കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് അമീബയുടെ സ്യൂഡോപോഡിയയാണ്. പാരമ്യൂസിയവും ഫിഷസും ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പഠിച്ചത് നമ്മൾ കുറേ വട്ടം റിപ്പീറ്റ് ചെയ്തു. അതുകൂടാതെ പോസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക, ഇപ്പം തന്നെ പഠിക്കുക. എന്തായാലും അവിടെ നിന്നുള്ള മാർക്ക് ഷുവറാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ദി പേഴ്സൺസ് യൂറിൻ അനലൈസസ് ഈസ് ഫൗണ്ട് ടു കണ്ടെയ്ൻ ദ ഫോളോയിങ് കമ്പോണൻസ്. ഐഡൻറ്റിഫൈ ദ ഡിസീസസ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ആൻഡ് റൈറ്റ് ദി കറക്റ്റ് ആൻസർ. എന്താണ്? ഇവിടെ 2 കമ്പോണൻസ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഈ ഒരു വ്യക്തിയുടെ യൂറിനിൽ കാണപ്പെടുന്ന 2 കോമ്പോണൻസ് ആണ് തന്നേക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തിക്ക് എന്ത് അസുഖമാണ്, ഈ ഒരു 2 കാര്യങ്ങൾ കാണപ്പെടുന്നതുകൊണ്ട് നമുക്ക് പറയാം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു രോഗമുണ്ടെന്ന്. അപ്പോൾ അത് എന്ത് രോഗമാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. ബിലിറൂബിനും 2ാമത്തത് പസ് സെൽസുമാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത് 2ൻ്റെയും മൂത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ 2ൻ്റെയും പ്രസൻസ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ബിലിറൂബിനാകുമ്പം ജോണ്ടിസും പസ് സെൽസ് ആകുമ്പം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമാണ് ഉണ്ടാകുന്ന രോഗം. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പം പസ് സെല്ലിൻ്റെ ഒരു പ്രസൻറ്റ് ഉണ്ട് യൂറിനിലെങ്കിൽ അത് നമുക്ക് പറയാം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെന്നും. ബിലിറൂബിൻ്റെ പ്രസൻസ് ഉണ്ട് മൂത്രത്തിൽ എങ്കിൽ നമുക്ക് പറയാം അത് ജോണ്ടിസ് ആണ്. രോഗം ഏതാണ്? ജോണ്ടിസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. കറക്റ്റ് ദി മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദി അണ്ടർലൈൻ പാർട്ട് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 2 അല്ല 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളതും തെറ്റായിട്ടുള്ളതും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തെറ്റായിട്ടുള്ളതിൻ്റെ അതിലെ തെറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ ഈസ് എ ജോയിൻ ദാറ്റ് അലോസ് മൂവ്മെൻറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. ഇവിടെ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും മൂവ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഹിഞ്ച് ജോയിൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഹിഞ്ച് ജോയിൻറ്റ് ഹെൽപ്സ് ഇൻ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് എറൗണ്ട് ദി ആക്സിസ്. ഇവിടെ ആക്സിസിന് ചുറ്റുമുള്ള റൊട്ടേഷന് സഹായിക്കുന്നത് ഹിഞ്ച് ജോയിൻ്റ് എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്. ഇവിടെ ആക്സിസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ വരുന്നത് പിവറ്റ് ജോയിൻ്റ് ആണ്. പിവറ്റ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് എറൗണ്ട് ദി ആക്സിസ് ആകുമ്പോൾ അവിടെ പിവറ്റ് ജോയിൻ്റ് ആണ് ആൻസർ വരുന്നത്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ദ എൽബോ ആൻഡ് നീ ജോയിൻസ് ആർ എക്സാമ്പിൾ ഓഫ് ഗ്ലൈഡിങ് ജോയിൻസ്. എൽബോയും നീ ജോയിൻസും ഗ്ലൈഡിങ് ജോയിൻസിനുള്ള എക്സാമ്പിൾസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും അവിടെ തെറ്റാണ്. ഗ്ലൈഡിങ് ജോയിൻസിനല്ല എക്സാമ്പിൾ, ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഹിഞ്ച് ജോയിൻ്റ് ആണ് ഈ എൽബോയും നീയുടെയും ജോയിൻസ്. ഓക്കെ അല്ലേ? ഇപ്പോൾ തെറ്റായിട്ടുള്ളത് 2ഉം 3ഉം ആണ് സ്റ്റേറ്റ്മെൻറ്റ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇതിലെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് കാണാതെ പഠിക്കുക. തെറ്റായിട്ടുള്ളത് ഇപ്പോൾ തിരുത്തി ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ബൈ ഹേർട്ട് ചെയ്യുക. അടുത്ത ആൻ എക്സാമ്പിൾ ഓഫ് എ പിവറ്റ് ജോയിൻ ഇസ് ദ ജോയിൻ വെയർ ദ ക്രേനിയം ജോയിൻസ് ടു ദി ഫസ്റ്റ് വെർട്ടിബ്ര ഓഫ് ദി വെർട്ടിബ്രൽ കോളം. ഇവിടെ പിവറ്റ് ജോയിൻ്റ് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? പിവറ്റ് ജോയിൻ്റ് ക്രേനിയം ജോയിൻസ് ആയിട്ടുള്ള വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഫസ്റ്റ് വെർട്ടിബ്രയെ ജോയിൻ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ക്രേനിയം ജോയിൻസിന് എക്സാമ്പിളാണ് പിവറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിവറ്റ് ജോയിൻ്റ് എന്തിൻ്റെ എക്സാമ്പിളാണ്? ക്രേനിയം ജോയിൻസിൻ്റെ എക്സാമ്പിളാണ്. അത് വെർട്ടിബ്രൽ കോളത്തിലെ ഫസ്റ്റ് വെർട്ടിബ്രയിൽ തമ്മിലാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തും നമുക്ക് മനസ്സിലായി ജോയിൻസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്, പരീക്ഷയ്ക്ക് ഷുവറാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആ ഒരു ഭാഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം.
അപ്പം 4 ജോയിൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിവറ്റ് ജോയിൻറ്റ്, ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എവിടേക്കാണ് കാണപ്പെടുന്നതെന്നാണ് മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നോക്കിക്കേ, പിവറ്റ് ജോയിൻറ്റ്, ദ ജോയിൻറ്റ് അറ്റ് ദി പോയിൻ്റ് ഓഫ് സ്കൾ മീറ്റ്സ് ദി ഫസ്റ്റ് വെർട്ടിബ്ര. ദിസ് ഇനേബിൾസ് സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ്സ് ഓഫ് ഹെഡ്. ഇതെവിടെ കാണപ്പെടുന്നത്? ആ തലയോട്ടിയുടെ ആ ഫസ്റ്റ് വെർട്ടിബ്ര തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഭാഗത്താണ് ഇത് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ്? തലയോട്ടിയുടെയും സ്കൾ മീറ്റ് ദി ഫസ്റ്റ് വെർട്ടിബ്ര, അവിടെയാണ് ഈ ഒരു പിവറ്റ് ജോയിൻറ്റ് കാണപ്പെടുന്നത്. ഇതെന്തിനാണ് സഹായിക്കുന്നത്? ഇത് തലയുടെ സൈഡിലേക്കുള്ള ചലനത്തിനാണ് പിവറ്റ് ജോയിൻറ്റ് സഹായിക്കുന്നത്. തലയുടെ ഒരു ഭാഗത്തല്ലേ കാണപ്പെടുന്ന, കഴുത്ത് ആ ഒരു ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഇത് സൈഡിലേക്ക് തലയെ ചലിപ്പിക്കാൻ സഹായിക്കുന്നു പിവറ്റ് ജോയിൻറ്റ്. അടുത്ത ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഈ ജോയിൻറ്റ് വിച്ച് സോക്കറ്റ് ലൈക്ക് ആൻഡ് ബാൾ ഷേപ്പ്ഡ് എൻഡ് സീൻ അറ്റ് പെക്ടോറൽ ഗ്രിഡിൽ ജോയിൻസ് വിത്ത് ദി ഹ്യൂമറസ് ആൻഡ് പെൽവിക് ഗ്രിഡിൽ ജോയിൻസ് വിത്ത് ദി ഫ്യൂമർ. ദിസ് ഇനേബിൾ മൂവ്മെൻറ്റ്സ് ഇൻ ഓൾ പ്ലെയിൻസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പേരിൽ തന്നെയുണ്ട്, ബാൾ ആൻഡ് സോക്കറ്റ് പോലെയാണ് ഇതിരിക്കുന്നത്. പിന്നെ ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? തുടയിലിൻ്റെ ആ ഒരു അരക്കെട്ട്, തുടയിലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ജോയിൻറ്റ് കാണപ്പെടുന്നത്. ഈ ഒരു ജോയിൻറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും തിരിയാൻ സഹായകരമാകുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ഹിഞ്ച് ജോയിൻറ്റ്. എ ഹിഞ്ച് ലൈക്ക് എ ജോയിൻറ്റ് ഇൻ ദി എൽബോ, നീ ആൻഡ് ഫിംഗേഴ്സ് ഇനേബിൾസ് മൂവ്മെൻറ്റ്സ് ടുവേർഡ്സ് വൺ സൈഡ് ലൈക്ക് എ ഹിഞ്ച്. എന്താണ് പറയുന്നത്? ഇത് കാണപ്പെടുന്നത് ഹിഞ്ച്, നിങ്ങളുടെ കഥവിലൊക്കെ കാണുന്ന ആ ഹിഞ്ച് പോലെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം, കഥയൊക്കെ അടയ്ക്കാനും തുറക്കാനും സഹായിക്കത്തില്ലയോ, ആ കഥവിൻ്റെ അവിടെ ആ ഒരു ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഹിഞ്ച് പോലെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ചലിക്കാനാണ് ഹിഞ്ച് ജോയിൻറ്റ്സ് സഹായിക്കുന്നത്. അത് എവിടേക്കാണ് കാണപ്പെടുന്നത്? എൽബോയിലും നീയിലും നമ്മുടെ കൈ വിരലുകളിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. കാൽമുട്ടിലും കൈമുട്ടിലും ഫിംഗേഴ്സിലൊക്കെ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അടുത്ത് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. പേരിൽ തന്നെ ഉണ്ട്, തെന്നി നീങ്ങുന്ന. ജോയിൻറ്റ്സ് ഇൻ ദി റിസ്റ്റ് ആൻഡ് ആംഗിൾസ് ഇനേബിൾസ് ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ്സ്. എന്തിനാണ്, എവിടേക്കാണ് കാണപ്പെടുന്നത്? ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ്സിനായിട്ട്, തെന്നി നീങ്ങുന്ന ടൈപ്പ് മൂവ്മെൻറ്റിനാണ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്സ് സഹായിക്കുന്നത്. അത് എവിടേക്കാണ് കാണപ്പെടുന്നത്? നമ്മുടെ റിസ്റ്റിലും ആംഗിൾസിലും ഒക്കെയാണ് ഇത് കാണപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി ഭാഗം കൃത്യമായി വരും ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ നിങ്ങൾക്ക് ക്ലാസ് ഇടുന്ന ടൈമിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.